ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. അപ്പം ഡേ 8 എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫയൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരുന്നു. 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. 10ൻ്റെയും ഉത്തരം നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കീയിലേക്ക് പോകാം. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ പോർഷൻ വിത്തൗട്ട് ടീത്താണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് കേട്ടോ. അതായത് അതിൻ്റെ ബ്രോഡ് പാർട്ട്, അതിൻ്റെ അവിഭാജ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ആ ഒരു ഫേസ് അല്ലെങ്കിൽ സൈഡിൽ ടീത്ത് ഫോം ചെയ്തിട്ടില്ലാത്ത ഭാഗം, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി 72ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദ ബ്രോഡ് പാർട്ട് വിത്ത് ടീത്ത്, അതായത് ടീത്തോട് കൂടിയിട്ടുള്ള ബ്രോഡ് പാർട്ട്. സോ അതേ പാർട്ടിൽ തന്നെ ടീത്ത് ഇല്ലാത്ത ഭാഗമാകുമ്പോൾ ഹീൽ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം 72ൻ്റെ ഉത്തരം ബി ആണ് കേട്ടോ. അടുത്തത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. 74ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓവർ കട്ടുണ്ട്, അപ്പ് കട്ടുണ്ട്. രണ്ടിൻ്റെയും ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം അവിടെ പറയുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? കട്ടുകളുണ്ട്. 70 ഡിഗ്രിയാണോ, 51 ഡിഗ്രിയാണോ, 60 ഡിഗ്രിയാണോ? 60 ഡിഗ്രി സിംഗിൾ കട്ടിൻ്റെ സെൻട്രൽ ലൈൻ ടു ആംഗിളാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. സോ ഡബിൾ കട്ട് ഫയലിൻ്റേത് വരുന്ന സമയത്ത് ഓവർ കട്ടും ഉണ്ട്, അതുപോലെ തന്നെ അപ്പ് കട്ടും ഉണ്ട്. അപ്പ് കട്ട് എന്ന് പറയുമ്പം ആ ഒരു മുകളിലത്തെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകും, അത് 51 ഡിഗ്രിയാണ്. സോ ഇവിടെ ഓവർ കട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 70 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക. ഓക്കെ. ഇനി 75ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ്. 76ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിംഗ് വുഡ് എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽസ്, ലെതറൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഇവിടെ വെൻ ദെയർ ഈസ് ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ, 77ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയലാണ്. 78ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, സോ ആ ഒരു ചോദ്യം ആവർത്തിച്ച് തന്നിട്ടുള്ള വെൻ ദെർ ഈസ് ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ദെൻ വിച്ച് ഫയൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ഫയലിംഗ് ആംഗിൾസ് എബോവ് 60 ഡിഗ്രി. എബോവ് 60 ഡിഗ്രി ആകുമ്പോൾ എന്ത് വരും? അവിടെ ട്രയാങ്കുലർ ഫയലാണ് വരുന്നുണ്ടാവുക. ഓക്കെ. 80 വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫയലിംഗ് നാരോ ഗ്രൂസ് എന്നുള്ളതാണ്. നാരോ ആയിട്ടുള്ള ഗ്രൂസിന് വേണ്ടിയിട്ട് നൈഫ് എഡ്ജ് ഫയലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പം അടുത്ത ദിവസം ഡേ 9 പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത് സെയിം ഇതേ ടോപ്പിക്കിൽ തന്നെയാണ്, ഫയലിൽ നിന്ന് തന്നെ ആയിരിക്കും. കാരണം ഫയൽ എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അടുത്ത ദിവസത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഡേ 10 ഈ 9 ദിവസങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മിക്സ്ഡ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഫോളോ ചെയ്യുക. താങ്ക്